ഡിജിറ്റൽ തട്ടിപ്പ് കേസിൽ പിടിയിലായത് ബിഗ് ബോസ് താരം മുഹമ്മദ് ഡിലിജന്റ് ബ്ലസി. ആ ബ്ലസി ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കും. കോഴിക്കോട് കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് ഹാജരാക്കുന്നത്. ടെലിഗ്രാം വഴി ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിയെടുത്ത പണം ക്രിപ്റ്റോ കറൻസിയാക്കി വിദേശത്ത് എത്തിച്ചെന്നാണ് ബ്ലസിക്കെതിരായ കണ്ടെത്തൽ. സിനോജ് തോമസ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സിനോജ്, ഗുഡ് മോർണിംഗ് സിനോജ്. ബ്ലസിക്കെതിരെ നല്ല തെളിവുകളോടുകൂടിയുള്ള കണ്ടെത്തലാണ് ഉള്ളത്. ബിഗ് ബോസ് താരമൊക്കെയാണ്. പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നു. നേരത്തെ നമ്മൾ ചിഞ്ചു അനീഷിന്റെ കാര്യം പ്രേക്ഷകരോട് പറയായിരുന്നു. അവിടെ ജയിലിൽ കിടന്നിട്ട് തിരിച്ചു വന്ന് വീണ്ടും ന്യൂസിലെട്ടിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തി. ഈ ബ്ലസി തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ടെലിഗ്രാം ബ്ലസ്ലി തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഈ ടെലിഗ്രാം വഴി വിദേശത്തേക്ക് കൊണ്ട് കടത്താം എന്നൊക്കെ പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. വലിയ തട്ടിപ്പാണോ സിനോജ് ഇയാൾ നടത്തിയിരിക്കുന്നത്? അരുകുമാർ, വലിയ തട്ടിപ്പാണ്, കോടികളുടെ തട്ടിപ്പാണ്. ബ്ലസ്ലി മാത്രമല്ല, നിരവധി പ്രതികൾ ഈ കേസിലുണ്ട്. കാരണം കഴിഞ്ഞ ജൂൺ മാസം മുതൽ വടകര റൂറൽ പോലീസിലെ ക്രൈംബ്രാഞ്ച് സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അതായത് കൊടുവള്ളി കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ ഓൺലൈൻ തട്ടിപ്പ് നടക്കുന്നുവെന്ന് പോലീസിന് വിവരം കിട്ടിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കാക്കൂർ പോലീസിൽ ഉൾപ്പെടെ ലോക്കൽ പോലീസ് കേസെടുത്തിരുന്നു. അങ്ങനെ കേസെടുത്ത് അന്വേഷിച്ച് വരുന്ന ഘട്ടത്തിലാണ് ഇത് ചെറിയ മീനുകളല്ല, വലിയ മീനുകൾ ഇതിന് പുറകിലുണ്ടെന്ന് കണ്ടെത്തുന്നത്. അങ്ങനെ ഇത് 17ാമത്തെ ആളായിട്ടാണ് പോലീസ് ഈ ബ്ലസ്ലിയെ അറസ്റ്റ് ചെയ്യുന്നത്. ഇതിനു മുൻപ് 16 പ്രതികളെ പല സ്ഥലത്ത് വെച്ച് റൂറൽ ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ മീനെന്ന് പറയുന്നത് ബ്ലസ്ലിയാണ്. ഇനിയും പ്രതികളുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട്. കാരണം ഇതിൽ 8ഓളം പ്രതികൾ വിദേശത്ത് കടന്നതായി സൂചന ലഭിച്ചിട്ടുണ്ട്. അതായത് തൊഴിൽ വാഗ്ദാനം ഒരു മാർഗം മാത്രമാണ്. മറ്റു തരത്തിൽ ബിസിനസ് ഇടപാട്, ഹവാല ഇടപാട് തുടങ്ങിയ മാർഗങ്ങളിലൂടെയൊക്കെ തന്നെ കേരളത്തിൽ നിന്ന് പണം സമ്പാദിക്കുന്നു. ആ പണം ക്രിപ്റ്റോ കറൻസിയായി വിദേശത്തേക്ക്, പ്രത്യേകിച്ച് തൊഴിൽ തട്ടിപ്പ്, ഓൺലൈൻ തട്ടിപ്പൊക്കെ തന്നെ നടക്കുന്ന കംബോഡിയ പോലുള്ള രാജ്യങ്ങളിലേക്ക് മ്യൂൾ അക്കൗണ്ട് വഴി ഈ പണം കടത്തിക്കൊണ്ട് പോയി എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ബിഗ് ബോസ് താരത്തിലേക്ക് അന്വേഷണം എത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങിയ സമയത്താണ് അറസ്റ്റിലാകുന്നത്. കോടതിയിൽ ഹാജരാക്കി. ആ സമയത്ത് 4 ദിവസത്തെ കസ്റ്റഡി അന്വേഷണ സംഘം ചോദിച്ചു. 2 ദിവസത്തെ കസ്റ്റഡിയാണ് കോടതി നൽകിയത്. 2 ദിവസത്തെ ചോദ്യം ചെയ്തതിനു ശേഷം ഇന്ന് കോഴിക്കോട് കോടതിയിൽ ബ്ലസ്ലിയെ ഹാജരാക്കും. വീണ്ടും ഒരുപക്ഷെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടി വരും. കാരണം കൂടുതൽ പണം ആർക്കൊക്കെ എങ്ങോട്ടൊക്കെ ക്രിപ്റ്റോ കറൻസി അയച്ചു, ആരുടെ കയ്യിൽ നിന്നൊക്കെ ഈ പണം വാങ്ങി, ആരൊക്കെ ഇതിന് പുറകിലുണ്ട്. കാരണം കൊല്ലം സ്വദേശിയാണ് ബ്ലസ്ലി. എങ്ങനെ കോഴിക്കോട് കേന്ദ്രീകരിച്ച് ബ്ലസ്ലി തട്ടിപ്പ് നടത്തി തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിൽ കൂടിയാണ് ക്രൈംബ്രാഞ്ച് സംഘമുള്ളത്. അരുകുമാർ. ഓക്കെ.